അസ്സലാമലൈക്കും. ഹായ് ഹലോ. ഇന്നത്തെ നമ്മുടെ വ്ലോഗിലോട്ട് എല്ലാവർക്കും സ്വാഗതം കേട്ടോ. എല്ലാവരും സുഖമായിട്ടിരിക്കുന്നു എന്ന് വിചാരിക്കുന്നു. നമ്മളിവിടെ സുഖമായിട്ട് പോകുന്നുണ്ട്. അപ്പോൾ ഇന്നലത്തെ സൺഡേ വീഡിയോ ആയിരുന്നില്ല കേട്ടോ, സാറ്റർഡേ വീഡിയോ ആയിരുന്നു. എനിക്ക് ചെറിയൊരു മിസ്റ്റേക്ക് പറ്റിയതാണ്. ഇക്കാക്ക് 2 ദിവസം ലീവ് ഉണ്ടായിരുന്നു. അപ്പോൾ സാറ്റർഡേ തന്നെ കുക്കിംഗ് അങ്ങ് തീർത്ത് വെച്ചു കേട്ടോ മൂപ്പര്. ഇങ്ങനെ 1-2 മാസം കൂടുമ്പോഴൊക്കെ ഒരു കുക്കിങ്ങിൻ്റെ ഭ്രാന്ത് വരും. ഞാനിങ്ങനെ മാറ്റി മാറ്റി ഇന്ന് വേണ്ട, ഈ ആഴ്ച വേണ്ട, അടുത്ത ആഴ്ച നോക്കാം, ഇങ്ങനെ പറഞ്ഞു മൂപ്പറിനെ ഓരോ ആഴ്ച വരുമ്പോഴും മാറ്റിക്കൊണ്ടേയിരിക്കും കേട്ടോ. കാരണം നമുക്ക് പണി കിട്ടുമല്ലേ, അതുകൊണ്ടാണ്. പക്ഷെ അടുക്കളയിൽ കയറി ഉണ്ടായിക്കഴിഞ്ഞാൽ പിന്നെ അത് വേറെ ലെവലാണ്, വേറെ ടേസ്റ്റാണ്. അപ്പോൾ ഇന്നലത്തെ ഇക്കാൻ്റെ റെസിപ്പിയൊക്കെ ഇഷ്ടപ്പെട്ട ഒരുപാട് ആൾക്കാരുണ്ട്. ഇന്നത്തെ വീഡിയോ എന്തായാലും ലൈക്ക് ചെയ്യണം. ഇന്നലത്തെ വീഡിയോയും ലൈക്ക് ചെയ്യാത്തവർ പോയി ലൈക്ക് ചെയ്യാം. ഇന്നത്തെ വീഡിയോ കാണാത്തവരുണ്ടെങ്കിൽ പോയി കാണുക കേട്ടോ. അപ്പോൾ രാവിലെ എണിച്ചതും ചായ എല്ലാം വെക്കുകയാണ്. ഇന്നത്തെ സന്തോഷ വാർത്ത എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് ഞായറാഴ്ച ആയതുകൊണ്ട് ജിം ഉണ്ടായിരുന്നില്ല, സുഖമായിട്ട് ഉറങ്ങിയിട്ടോ. പക്ഷേ സുഖമായിട്ട് ഉറങ്ങിയെന്ന് പറയുമ്പോൾ നിങ്ങൾ വിചാരിക്കും 8, 9, 10 മണി വരെയൊക്കെ ഉറങ്ങിയെന്ന്. അത്രയും നേരമൊന്നും എനിക്ക് ഉറങ്ങാനേ വെക്കില്ല കേട്ടോ. പണ്ട് സ്കൂളിൽ പഠിക്കുമ്പോഴേ വെക്കേഷനൊക്കെ വരില്ല നമുക്ക്. അപ്പോൾ ഉമ്മാൻ്റെ വീട്ടിലൊക്കെ പോയിട്ട് വെക്കേഷന് പോകുമ്പോൾ ഞാൻ 10 മണിക്ക് എണീക്കുള്ളൂ എന്നൊക്കെ പറഞ്ഞ് പോകുമ്പോൾ അവിടെ പോയി കഴിഞ്ഞാൽ ഉണ്ടാവും 6 മണിക്ക് തന്നെ എണീക്കും. ഇങ്ങനത്തെ വല്ല അനുഭവം ഉണ്ടായവർ എന്തായാലും കമൻറ്റ് ചെയ്യാം കേട്ടോ. നമ്മൾ വിചാരിക്കും 10 മണി വരെ ഉറങ്ങുമെന്ന്, പക്ഷെ അവിടെ നമുക്ക് നടക്കൂല. നമുക്ക് ആ റൊട്ടീന് അപ്പം തന്നെ ഉണ്ടാവും കേട്ടോ. അതേപോലെ ഇപ്പോഴും കല്യാണം കഴിഞ്ഞ് സ്വന്തം വീട്ടിലേക്ക് പോകുമ്പോഴും ഇതേ തന്നെ അവസ്ഥ. വെക്കേഷനൊക്കെ പോകുമ്പോൾ ഞാൻ കുറേ നേരം ഉറങ്ങണം വിചാരിക്കും, പക്ഷെ നടക്കൂല കേട്ടോ. ചില സമയങ്ങളിൽ നമ്മൾ അറിയാണ്ട് അങ്ങ് ഉറങ്ങി പോണ സമയങ്ങളും ഉണ്ട്. പക്ഷെ മോസ്റ്റ് ദിവസങ്ങളും നമ്മൾ എന്താ പറയുക, ഉറങ്ങണം എന്ന് വിചാരിക്കുന്ന ദിവസം അങ്ങനെ അങ്ങ് ഉറങ്ങാനൊന്നും പറ്റാറില്ല. അങ്ങനെ എന്തായാലും ചായ എല്ലാം ഉണ്ടാക്കി ഞങ്ങളെല്ലാവരും ചായ കുടിച്ചു. കുറച്ച് സമയം ഞാൻ അവിടെ ഇരുന്ന് കുടിച്ചപ്പോൾ വിചാരിച്ചു, ഇന്ന് ഞായറാഴ്ചയല്ലേ, പിന്നെ എന്തിനാ ഞാൻ അവിടെ ഇരുന്ന് കുടിക്കുന്നത്, ഇവിടെ വന്ന് എല്ലാവരുടെ കൂടെ ഇരുന്ന് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചു. കാരണം അല്ലാത്ത ദിവസങ്ങളിൽ നമ്മൾ സ്റ്റൗവിൽ എന്തെങ്കിലുമൊക്കെ വെച്ചിട്ടായിരിക്കും, അപ്പോൾ ഹോളിൽ ഇരുന്നിട്ട് കുടിക്കും. ഇവിടെ ആകുമ്പോൾ നമുക്ക് കത്തി വെച്ചിട്ട് കുടിക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നിരുന്ന് കുടിച്ചു കേട്ടോ. ഇക്ക ഉണ്ടാക്കിയതിൽ എളുപ്പമുള്ള ഡിഷ് ഡ്രാഗൺ ചിക്കനായി തോന്നി. അതുകൊണ്ട് എന്തായാലും ട്രൈ ചെയ്യുമെന്ന് പറഞ്ഞിട്ടുണ്ട് കേട്ടോ നമ്മുടെ ഒരു സബ്സ്ക്രൈബർ. അതേപോലെ ഡ്രാഗൺ ചിക്കൻ ലുക്സ് യമി, വളരെ ഈസി ആൻഡ് ടേസ്റ്റി ഡിഷാണിത്. ഇന്നത്തെ വ്ളോഗ് കണ്ടപ്പം എൻ്റെ മോൾക്ക് സന്തോഷമായി. ജിനിപ്പയുടെ കുക്കിംഗ് കണ്ടല്ലോ, ജിനിപ്പ ആക്കിയിട്ടുണ്ട് ലൈക്കാൻ. ലാസ്റ്റ് ടൈം ഞാൻ ആ ഹണി ബീഫ് സ്റ്റിർ ഫ്രൈ ട്രൈ ചെയ്തപ്പോൾ അവൾക്ക് ഒത്തിരി ഇഷ്ടമായി. അപ്പോൾ നെക്സ്റ്റ് ഇത് ട്രൈ ചെയ്യണം എന്നാണ് അവളുടെ ഡിമാൻഡ്. ഓക്കെ ട്രൈ ചെയ്ത് നോക്ക്. നിങ്ങൾ രണ്ടാളും കൂടെ കുക്ക് ചെയ്യുമ്പോൾ വളരെ സന്തോഷം തോന്നുന്നു. ഗോഡ് ബ്ലെസ് യു എന്നൊക്കെ പറഞ്ഞിട്ട്. ഓക്കെ, നിങ്ങളുടെ ഫാമിലിക്ക് വേണ്ടിയിട്ടും ഞാനും ദുആ ചെയ്യാം. ഹെൽത്തി ആയിട്ടിരിക്കുക. കുട്ടിക്ക് ഡ്രാഗൺ ചിക്കൻ ഉണ്ടാക്കി കൊടുത്തിട്ട് നമ്മുടെ ഫീഡ്ബാക്ക് അറിയിക്കുക കേട്ടോ. പിന്നെന്താ, ജിനിമ ഒന്നും എനിക്കെന്താ മനസ്സിലായില്ല കേട്ടോ, എന്തോ കമൻറ്റ് വന്നിട്ടുണ്ട്. പിന്നെ ഇക്ക സൂപ്പർ റെസിപ്പി ഞാൻ പറഞ്ഞിട്ടുണ്ട്. ഞാൻ ഓരോ കമൻറ്റ് വായിച്ചിട്ട് ഇന്ന് ഫുള്ള് നിങ്ങൾക്കാണ് എന്നൊക്കെ പറഞ്ഞിട്ടുണ്ട് കേട്ടോ. ഇക്ക കുക്കിംഗ് സൂപ്പർ. ജിനിക്ക് റെസ്റ്റ് കിട്ടിയോ എന്ന് ചോദിച്ചാൽ ഇക്കാൻ്റെ കൂടെ നിൽക്കണം. പക്ഷേ നല്ല ഫണ്ണി ആയിട്ടുള്ളൊരു ടൈമായിരുന്നു. നല്ല രസമായിട്ട് എൻജോയ് ചെയ്യാൻ പറ്റി കേട്ടോ. അതുകൊണ്ട് അങ്ങനെ ഭയങ്കര ഹെവി ഡിഷ് അല്ലാത്തതുകൊണ്ട് പ്രശ്നം ഉണ്ടായില്ല. അതുമാത്രമല്ല, തലേ ദിവസം ഞാൻ റൈസും കാര്യങ്ങളൊക്കെ ഉണ്ടാക്കിയത് കൊണ്ടും കൂടെ നമുക്കിന്ന് കറക്റ്റായിട്ട് ടൈമിന് ഫുഡ് കൊടുക്കാൻ പറ്റി. അതാണ് ഏറ്റവും വലിയൊരു സമാധാനം. പിന്നെ നമ്മുടെ മസാല ജാർ എവിടുന്ന് വാങ്ങിച്ചെന്ന് ചോദിച്ചിട്ട് നമ്മളോട് കമൻറ്റ് വഴി ചോദിച്ചിട്ടുണ്ട്. അത് ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. അതും ആ കണ്ടെയ്നറൊക്കെ ഫ്ലിപ്കാർട്ടിൽ നിന്ന് വാങ്ങിച്ചതാണ്. പിന്നെ കുറേ ഹായ് സൂപ്പറൊക്കെ അയച്ചിട്ടുണ്ട്. ഹായ് ഡിയർ, ഇക്കയുടെ വെറൈറ്റി റെസിപ്പി ഇടയ്ക്കൊക്കെ കാണുമ്പോൾ വളരെ സന്തോഷം. ഓക്കെ, ഇടയ്ക്കിടയ്ക്ക് കാണിക്കാം. പിന്നെ ഇക്കയുടെ കുക്കിംഗ് അടിപൊളി. ഇക്ക ഇത് എവിടെ നിന്ന് പഠിച്ചു? ഇക്ക ഓരോ വീഡിയോസൊക്കെ കാണുമ്പോൾ അതങ്ങനെ ബൈ ഹാർട്ടാക്കി വെക്കും. എന്നിട്ട് ഇക്കാൻ്റെ വക എന്തെങ്കിലുമൊക്കെ കൂട്ടിയും കുറച്ചൊക്കെ ഉണ്ടാക്കും. അങ്ങനെയൊക്കെ ചെയ്യും കേട്ടോ. പിന്നെ മൂപ്പരുടെ സ്വന്തം ഡിഷുകളും ഉണ്ട് കേട്ടോ, അതും വേറെ കാര്യം. ജിനിത്ത ഹസിനെ കിച്ചണിൽ കയറ്റുന്നില്ല. ഞാൻ ഹസിനോട് കിച്ചണിൽ കയറി ഹെൽപ്പ് ചെയ്യ് പറഞ്ഞ് പുറകെ നടന്നാലും ആള് കയറൂല. ലക്കിയാണ് കേട്ടോന്ന്. എല്ലാ ടൈമൊന്നും കയറൂല. ഇക്കാക്കൊരു കുക്കിങ്ങിന്റെ ഒരു ത്വര, എന്താ പറയാ, കുക്കിങ്ങിന്റെ ഒരു പൂതി അങ്ങ് വന്നു കഴിഞ്ഞാൽ പിന്നെ പിടിച്ചാൽ കിട്ടൂല. പിന്നെ ഞാൻ പറഞ്ഞാൽ ദേഷ്യം വരും.
നീ വേണ്ട പറ എന്നുള്ള ഒരു ഇതായിരിക്കും. പിന്നെ ആ ഇൻട്രസ്റ്റ് ഞാൻ കളയൂല കേട്ടോ. ഞാൻ കുറച്ച് കഷ്ടപ്പെട്ടാലും കൂടെ നിന്ന് കഷ്ടപ്പെട്ടാലും ആ ഇൻട്രസ്റ്റ് ഉണ്ടല്ലോ. പലരുടെ വിചാരം എന്താണെന്നറിയും, ഞാൻ നിർബന്ധിച്ചിട്ട് ഉണ്ടാക്കിപ്പിക്കുകയാണ് എന്നാണ്. പക്ഷെ ഒരിക്കലും അല്ല കേട്ടോ. മൂപ്പരുടെ ഇഷ്ടത്തിൽ മൂപ്പരുണ്ടാക്കുന്ന ഡിഷുകളാണ് എല്ലാതും. എന്താ പറയാ, ഞാൻ ഒരിക്കലും ആദ്യമൊക്കെ പറഞ്ഞിട്ടുണ്ടായിരുന്നു ഇങ്ങനെ കയറി എനിക്ക് ഉണ്ടാക്കിത്താ എന്നൊക്കെ. പക്ഷെ പിന്നീട് അത് നമുക്ക് വലിയ പണിയാണെന്ന് എനിക്കെന്നെ മനസ്സിലായപ്പോൾ ഞാൻ പിന്നെ അടുപ്പിക്കാണ്ടായിട്ടോ. വേണ്ട ഞാൻ ചെയ്തോളാം ഇതേ തന്നെയായിരുന്നു കേട്ടോ ഞാൻ പറഞ്ഞിരുന്നത്. പിന്നെ മൂപ്പര് ഞാൻ ഈ ചാനലും ഇതൊക്കെ തുടങ്ങിയപ്പോൾ മൂപ്പർക്കും ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. കുക്ക് ചെയ്യാനും കഴിക്കാനും അങ്ങനത്തെയൊക്കെ ഭയങ്കര ഇൻട്രസ്റ്റ് ആയി. അങ്ങനെ കയറാൻ തുടങ്ങി, ഉണ്ടാക്കാൻ തുടങ്ങി, വെറൈറ്റി ഡിഷ് ഉണ്ടാക്കാൻ തുടങ്ങി, കളർഫുൾ ഡിഷുകൾ ഉണ്ടാക്കാൻ തുടങ്ങി. അങ്ങനെ പലതും. എന്നെ കാണുമ്പോൾ അസൂയ തോന്നുന്നുണ്ട്, എൻ്റെ ഇക്ക പ്രവാസിയാണ്. ഈ കമൻറ്റ് ഞാൻ ഇക്കാക്ക് വായിച്ചു കൊടുത്തിട്ടുണ്ടായിരുന്നു. ഇക്ക ഇങ്ങനെ മുഖത്ത് നോക്കി ഒന്ന് ചിരിച്ചു കേട്ടോ. പിന്നെ ഡ്രാഗൺ ചിക്കൻ, സൂപ്പർ ഡ്രാഗൺ ചിക്കൻ, കുറേ ലവ് ഹാർട്ട് അങ്ങനത്തെ ഒക്കെ നമുക്ക് അയച്ചു തന്നിട്ടുണ്ട് ആൾക്കാർ. അങ്ങനെ ഞാൻ ഇഡലിയും ചട്നിയും പിന്നെ മുളക് ചട്നിയും ഒക്കെയാണ് കേട്ടോ ഉണ്ടാക്കാൻ പോകുന്നത്. അങ്ങനെ ഇഡലിക്ക് വേണ്ടിയിട്ട് ഞാൻ ഇതാ ഒഴിച്ച് വെക്കാൻ വേണ്ടിയിട്ട് പോവാണ്. ചട്നിക്കുള്ള തേങ്ങ അരച്ച് വെച്ചിട്ട് ചിരവി വെച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ ഇപ്പോൾ എൻ്റെ കമൻറ്റ് വായിക്കാറില്ല കേട്ടോ. ഇക്കയുടെ കുക്കിംഗ് അടിപൊളി, ഇക്കാനോട് പറഞ്ഞേക്ക് കാണാൻ നല്ല മൊഞ്ചുണ്ടായിരുന്നു എന്ന്. ഓക്കെ, ഞാൻ പറയാം. ഞാൻ കമൻറ്റ് വായിച്ചില്ലേ, ഞാൻ വായിക്കാറുണ്ടല്ലോ. ജിനി തടി കുറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ ഞാൻ ഇവിടെ കൂട്ടാനുള്ള ബുദ്ധിമുട്ടിലാണ്. എത്ര ശ്രമിച്ചിട്ടും കൂടുന്നില്ല. ഇത്തയുടെ ഒക്കെ ഒരു ഭാഗ്യം. എനിക്ക് തടി കൂടാൻ ഒരുപാട് ആഗ്രഹമുണ്ട്. ഇതേപോലെ തടി കൂടാൻ ആഗ്രഹമുള്ള ഒത്തിരി ആൾക്കാരുണ്ട് കേട്ടോ. എനിക്ക് തോന്നുന്നു അവർക്ക് കുറച്ച് തടി വേണം, ഇല്ലാന്ന് ഞാൻ പറയുന്നില്ല. ഒരുപാട് മെലിഞ്ഞാലും നമുക്കൊരു ബ്യൂട്ടി ഇല്ലാത്ത പോലെ നമുക്ക് തോന്നാറുണ്ട്. പക്ഷെ തടി വെക്കും, വിഷമിക്കൊന്നും വേണ്ട. തടി വെച്ചിട്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാർ, തടി ഇല്ലാണ്ട് വിഷമിക്കുന്ന കുറേ ആൾക്കാർ. എന്തൊക്കെ വിഷമങ്ങളാണല്ലേ നമ്മുടെ നാട്ടിൽ. ശരിക്കും പറഞ്ഞാലുണ്ടല്ലോ, നമ്മൾ വിഷമിക്കുന്നത് എങ്ങനെ വേണമെന്നറിയോ? കൈയും കാലൊന്നും ഇല്ലാണ്ട് നമ്മളെ പഠിച്ചില്ലല്ലോ എന്നാലോചിച്ചിട്ട് സന്തോഷിക്കുക, അത്രേ ഉള്ളൂ. അല്ലാണ്ട് ഞാനും നിങ്ങളൊക്കെ കാണിക്കണത് ഭയങ്കര മണ്ടത്തരാണ്. ശരിക്കും നോക്കിക്കഴിഞ്ഞാലുണ്ടല്ലോ, തടി ഉണ്ടെങ്കിൽ എന്താ എന്ന് തോന്നിയിട്ട് അങ്ങ് ജീവിച്ചു പോയി കഴിഞ്ഞാലും പ്രശ്നമല്ല. തടി ഇല്ലെങ്കിൽ എന്താ എന്ന് ചോദിച്ചിട്ടും ജീവിച്ചു പോയി കഴിഞ്ഞാൽ പ്രശ്നമല്ല. പക്ഷെ ഈ കൈയും കാലും ഇല്ലാത്തവർ, അവർ ജീവിക്കുന്നതിൻ്റെ ആ സന്തോഷം നിങ്ങൾ കണ്ടിട്ടുണ്ടോ? അത്ര സന്തോഷിക്കാൻ പറ്റുന്നുണ്ടോ നമുക്ക്? ശരിക്കും പറഞ്ഞാൽ എവിടെ? അയ്യോ, കൈ തടിയുണ്ട്, കാല് തടിയുണ്ട്, എനിക്ക് വയറുണ്ട്, എനിക്ക് അതുണ്ട്, എനിക്ക് ഇതുണ്ട്. ഇതേ തന്നെയല്ലേ നമ്മുടെയൊക്കെ ഫുള്ള് ചിന്ത. എൻ്റെ ചിന്ത അങ്ങനെയൊക്കെ ഉണ്ടാവാറുണ്ട് കേട്ടോ, ഇല്ലാന്നൊന്നുമില്ല. പക്ഷെ ഞാൻ ഇപ്പോൾ ഉള്ള ഞാനിൽ ഭയങ്കര ഹാപ്പി തന്നെയാണ്. പണ്ടത്തെ എന്നേക്കാൾ എനിക്കിപ്പോൾ ഉള്ള എന്നെ തന്നെയാണ് കേട്ടോ ഇഷ്ടം. ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഇങ്ങനെ എത്തിയതും. അപ്പം നമ്മുടെ ചിന്താഗതിയൊക്കെ മാറ്റാൻ ശ്രമിക്കുക. നമ്മൾ ആദ്യം ഇഷ്ടപ്പെടുക, എന്നിട്ട് തടി കുറയ്ക്കണോ കൂട്ടണോ എന്നുള്ളതൊക്കെ നമ്മൾ ടെൻഷൻ അടിക്കാണ്ട് ഓരോ കാര്യങ്ങൾ ചെയ്തു വരിക. കൈയും കാലും കണ്ണും മൂക്കും ഇങ്ങനത്തെ സംഭവങ്ങളൊക്കെ നമുക്ക് പഠിച്ചു തന്നിട്ടുണ്ടല്ലോ എന്നുള്ളൊരു സമാധാനത്തിലിരിക്കുക. അത്രേ ഉള്ളൂ. ഓക്കെ. പിന്നെ നിങ്ങളുടെ വീടിൻ്റെ ടൈൽസ് എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ഇത് ടൈൽസ് അല്ല, ഇത് മൊസൈക്ക് ആണ് മോളൂ. ഇത് പണ്ടത്തെ സംഭവമാണ് കേട്ടോ. മോളാണോ മോനാണോ എന്നറിയില്ല, ഇത്തയാണോ എന്നറിയില്ല. ഇത് പണ്ടത്തെ ഒരു സംഭവമാണ്. ഇപ്പോഴൊന്നും ആരും ഇങ്ങനെ ആക്കുന്നില്ല. പിന്നെന്താണ്, ഇന്ന് വ്ളോഗിൽ നല്ല സൗണ്ട് ഉണ്ട് അതുകൊണ്ട് കേൾക്കാൻ കഴിഞ്ഞു. ഓക്കെ. ഇനി ഞാൻ ഇങ്ങനെ ഒച്ചത്തിൽ സംസാരിക്കാം. എന്തും പോലെ ഒച്ചത്തിലാന്നറിയോ ഞാൻ സംസാരിക്കുന്നത്. മൈക്ക് വെച്ച് കഴിഞ്ഞാൽ പിന്നെ എൻ്റെ സൗണ്ട് വേറെ പോലെ ആയി പോകുമെന്ന് പറഞ്ഞിട്ടാണ് ഞാൻ മൈക്കില്ലാണ്ട് സംസാരിക്കുന്നത് കേട്ടോ. മൈക്ക് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഈ ഒറിജിനൽ ഫീൽ കിട്ടൂല, അതുകൊണ്ടാണ്. പിന്നെ ജിനിത്ത, എൻ്റെ കമൻ്റ് ഒന്ന് വായിക്കാമോ? മോളു ഈ കമൻറ്റ് മാത്രമാണോ ഇട്ടത്? എന്നാൽ ഞാൻ ഈ കമൻറ്റ് വായിച്ചിട്ടുണ്ട് കേട്ടോ. പിന്നെ സൂപ്പർ വീഡിയോ, സൂപ്പർ കുറേ സൂപ്പർ ഉണ്ട്, കുറേ ഹാർട്ട് ഉണ്ട്, കുറേ ഹായ് ഉണ്ട്. ഹായ് ജിനി, സൂപ്പർ വ്ളോഗ്. കുറച്ച് ദിവസം വ്ളോഗ് കാണാൻ പറ്റിയില്ല, കുറച്ച് ബിസി ആയിരുന്നു. എൻ്റെ ഹസ്ബൻഡ് ഗൾഫിൽ പോയി, അതിൻ്റെ ഒരു വിഷമവും. ഇനി ഡെയിലി കാണാട്ടോ. ഓക്കെ. പോയാൽ കുറച്ച് ദിവസം നമുക്കൊരു വിഷമം തന്നെ ആയിരിക്കും അല്ലേ? പണ്ട് വീക്കെൻഡിൽ മാത്രം വരുമ്പം എനിക്ക് ആ ഒരു അവസ്ഥ ഉണ്ടായിരുന്നു. പക്ഷെ ഞാൻ പിന്നെ ആശ്വസിക്കുക, വീക്കെൻഡിലെങ്കിലും വരാൻ കഴിയുന്നുണ്ടല്ലോ എന്നുള്ളതാണ് കേട്ടോ. അപ്പം എന്തായാലും കുറച്ച് ദിവസം ആ വിഷമമൊക്കെ ഉണ്ടാവും. അത് കഴിഞ്ഞിട്ട് നിങ്ങൾ ബാക്ക് ടു നോർമലിലോട്ടേ വരിക. എല്ലാം ഉഷാറായിട്ട് പോട്ടെ. ഓക്കെ. ഞാനാണ് ഫസ്റ്റ് ലവ് കമൻ്റ് ഇട്ടത്. ഓക്കെ. താങ്ക് യു.
അങ്ങനെ എന്താണ് നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റ് ഒക്കെ കഴിഞ്ഞില്ല. നിങ്ങളുടെ കമന്റ് വായിച്ച് സംസാരിച്ച് നിങ്ങളോട് വർത്താനൊക്കെ പറഞ്ഞിരിക്കുമ്പോഴത്തേക്കും നമ്മുടെ ബ്രേക്ക്ഫാസ്റ്റിന്റെ പരിപാടി കഴിഞ്ഞു. അതിൻ്റെ ഇടയിൽ നമ്മുടെ വീഡിയോയിൽ ഒരു സാധനം പോണ കണ്ടോ നിങ്ങള്? പൂച്ച. ഞാനും വീഡിയോയിലാട്ടോ കാണുന്നത്. ഈ പൂച്ച ഉണ്ടല്ലോ ഇടക്കിടക്ക് വന്ന് അടുക്കളയിൽ എന്നെ നോക്കി നിൽക്കുന്നുണ്ട്. പക്ഷെ ഞാൻ കാണാറില്ല കേട്ടോ. കുട്ടികളൊക്കെയാണ് കണ്ടിട്ട് ഓട്ടി വിടാറ്. ഉമ്മയും കാണാറുണ്ട്. പക്ഷെ എനിക്ക് അവിടെ ആരോ നിൽക്കുന്ന പോലെ എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ഞാൻ ഇങ്ങനെ തിരിഞ്ഞു നോക്കും, പക്ഷെ ഞാൻ കാണാറില്ല. അങ്ങനെ ഇന്ന് ഞാൻ വീഡിയോയിൽ കണ്ടു കേട്ടോ. ഈ പൂച്ചയ്ക്ക് എന്നോട് പ്രേമമാണോ പടച്ചോനെ? ഇടയ്ക്കിടയ്ക്ക് അടുക്കളയിൽ വരും, വീട്ടിനുള്ളിൽ കയറിയൊക്കെ വരും. പക്ഷെ ഞാൻ കാണാറേ ഇല്ല. ചില സമയത്ത് മക്കളൊക്കെ വന്ന് ഓടിച്ചു വിടുമ്പോഴാണ് ഞാൻ കാണുന്നത്. അങ്ങനെ ഇന്നൊരു കല്യാണം ഉണ്ടായിരുന്നു. ഉപ്പയല്ല, ഉമ്മ, അയാൻ, ഇക്ക ഇവരൊക്കെ കല്യാണത്തിന് പോയി. ഞാനും റിഹാനും ഉപ്പിയും വീട്ടിലിരുന്നു കേട്ടോ. കല്യാണത്തിന് പോകാനൊരു മൂടുണ്ടായിരുന്നില്ല. അതുകൊണ്ടാണ് ഒന്നാമത് ഒരു ഉഷാറുണ്ടായിരുന്നില്ല കേട്ടോ. കല്യാണത്തിന് പങ്കെടുക്കാനുള്ള ഒരു ഉഷാറുണ്ടായിരുന്നില്ല. അങ്ങനെ അവർ കല്യാണത്തിന് പോയ ശേഷം എനിക്ക് കുറച്ച് പണികളൊക്കെ ഉണ്ടായിരുന്നു. ഞാൻ വേഗം അതൊക്കെ ചെയ്ത് തീർത്തു. പിന്നെ നമുക്ക് ചോറ് വെക്കണം. ഫിഷ് കറിയൊക്കെ ഞാൻ നേരത്തെ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പം അതിൻ്റെ വീഡിയോയും കൂടെ ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട്. അപ്പം എന്തായാലും ഇതാ ഞാൻ വേഗം വന്ന് എന്താ പറയുക, ഫ്രണ്ട് ഏരിയയൊക്കെ ഒന്ന് അടിച്ചു വാരിയെടുത്തു. ഞാൻ അവിടെ കത്തിച്ച് വിടാമെന്ന് വിചാരിച്ചു കേട്ടോ ഇലകൾ. പക്ഷെ കത്തിയില്ല, നല്ല നനവുണ്ടായിരുന്നു. മഴ ചെറുതായിട്ട് പെയ്തുകൊണ്ടിരിക്കുന്നുണ്ട് കേട്ടോ എപ്പോഴും. അങ്ങനെ ബാക്ക് സൈഡിലോട്ട് വന്നപ്പോൾ അവിടെ ചെരുപ്പുകളുടെ കൂമ്പാരമാണ് കേട്ടോ. അപ്പോൾ ചെരുപ്പുകളൊക്കെ ഒന്ന് സെറ്റാക്കി വെച്ചിട്ട് ഞാൻ ഇവിടെ ഒന്ന് അടിച്ചു വാരി വേഗം എടുത്തു. പിന്നെ തുണികളൊന്ന് തോരിയിട്ട് എടുക്കണം. ഉമ്മ കല്യാണത്തിന് പോയപ്പോൾ തുണികൾ തോരിടാനുള്ള സമയം കിട്ടിയില്ല കേട്ടോ. അപ്പം ഞാൻ വിചാരിച്ചു ഓക്കെ ഞാൻ തോരിടാം. ഇന്ന് ഒരു വാഷ് ചെയ്തോളൂ, 2 വാഷും ചെയ്ത് തോരിടാനുള്ള സമയം എനിക്കുമില്ല. അപ്പം ഞാൻ ഒരു വാഷ് മാത്രമേ ചെയ്തോളൂ കേട്ടോ. ഇനിയിപ്പോൾ നാളെ അവർക്ക് എന്താ ഹോസ്പിറ്റലിലും കാര്യങ്ങൾക്കൊക്കെ പോകണം. ഉപ്പാനെയും കൊണ്ട് ചെക്കപ്പ് പോകണം കേട്ടോ. ചെക്കപ്പിന് പോകണം. അങ്ങനെ തുണികളൊക്കെ വേഗം വേഗം തോരിയിട്ടു. എനിക്കാണെങ്കിൽ കുറേ വെള്ളി വീണു അല്ലേ. റിഹാന് ബാത്റൂമിൻ്റെ ഡോറ് അടച്ചിപ്പോയില്ല. അങ്ങനെ പൂച്ച സാറ് കണ്ടില്ലേ, ഞാൻ അവനോട് ഇങ്ങനെ കുശലം ചോദിച്ചുകൊണ്ടിരിക്കുകയാണ് കേട്ടോ. പക്ഷെ എൻ്റെ ഷോൾ അങ്ങ് വീണപ്പോൾ അത് പേടിച്ചിട്ട് ഓടി. പക്ഷെ അതിങ്ങനെ കിടന്ന് കളിക്കണണ്ടപ്പോൾ എന്നോട് കമ്പനി ആവാണെന്ന് വിചാരിച്ച് ചെറിയൊരു ഷോൾ അങ്ങോട്ട് മാറിയപ്പോഴത്തേക്കും അത് പേടിച്ചോടി. അങ്ങനെ നമുക്ക് ചെമ്പല്ലി ഫ്രൈ ആക്കിയാലോ. ഞാൻ ചെറുപയറും ചോറും വേവിക്കാൻ വേണ്ടി വെച്ചിട്ടുണ്ടായിരുന്നു. ചോറായി. പിന്നെ ചെമ്പല്ലി ആക്കാൻ വേണ്ടിയിട്ട് ഒരു 3-4 ടേബിൾ സ്പൂൺ ഇതിൻ്റെ സ്പൂൺ കേട്ടോ, 4 സ്പൂണ് കാശ്മീരി ചില്ലി പൗഡർ, 1/2 സ്പൂണ് മഞ്ഞൾപ്പൊടി, പിന്നെ 2 സ്പൂണ് ഉപ്പ്, ഏകദേശം 3/4 സ്പൂൺ കുരുമുളക് പൊടി, പിന്നെ കസൂരി മേത്തി ചേർത്ത് കൊടുക്കുന്നുണ്ട്, പിന്നെ ഡ്രൈ മാംഗോ പൗഡർ ചേർത്ത് കൊടുക്കുന്നുണ്ട്, വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കുന്നുണ്ട്, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ്, വിനീഗർ, പിന്നെ കുറച്ച് വെള്ളം കൂടി ചേർത്തിട്ട് നമുക്കിത് നന്നായിട്ട് പേസ്റ്റ് ആക്കിയിട്ട് എടുക്കണം കേട്ടോ. ഇനി നമുക്കിതിലോട്ട് കഴുകി വൃത്തിയാക്കി നമ്മുടെ ചെമ്പല്ലിയും കൂടെ ആക്കി കൊടുത്തിട്ട് നല്ലപോലെ മിക്സ് ആക്കി എടുക്കണം. പിന്നെ ഞാൻ നത്തോലി മുളക് ഇടുകയാണ് കേട്ടോ ചെയ്യണത്. കുറേ ആൾക്കാർക്ക് മുളകിട്ട കറി ഭയങ്കര ഇഷ്ടമാണെന്ന് പറഞ്ഞിട്ട് നമുക്ക് കമൻറ്റ് വന്നിരുന്നു. അപ്പോൾ ഇതാ മൺചട്ടി വെച്ച് കൊടുത്തു, വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുത്തു, ഉലുവ ജീരകം ഇട്ട് കൊടുത്തു, ചെറിയുള്ളി ചോപ്പ് ചെയ്തത്, പച്ചമുളകും ഒക്കെ ഇട്ട് കൊടുത്തു. പിന്നെ ഉള്ളിയൊക്കെ വഴഞ്ഞ ശേഷം നമുക്ക് ഇതിലോട്ട് പൊടികളൊക്കെ ചേർത്ത് കൊടുക്കും. മഞ്ഞൾപ്പൊടി, 1/4 സ്പൂൺ മല്ലിപ്പൊടി, പിന്നെ നല്ല എരിവുള്ള മുളക് പൊടിയും ബാക്കിയൊക്കെ കാശ്മീരി ചില്ലി പൗഡറും കൂടിയാണ് കേട്ടോ ആഡ് ചെയ്ത് കൊടുക്കുന്നത്. ഇനി നമുക്കിതിലോട്ട് ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റ് ചേർത്ത് കൊടുക്കണം. പിന്നെ തക്കാളി ഒരു 2 എണ്ണം ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ. അപ്പോൾ അത് തക്കാളിയും കൂടെ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ഇനി നമുക്കിത് നന്നായിട്ടൊന്ന് വഴറ്റിയിട്ട് എടുത്ത ശേഷം ഇതിലോട്ട് നമുക്ക് ചേർത്ത് കൊടുക്കേണ്ടത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ പുളിവെള്ളമൊക്കെയാണ്. അപ്പുറത്ത് ഞാൻ ചെറുപയറൊന്ന് ഉപ്പേരിയാക്കാൻ വേണ്ടിയിട്ട് വെച്ചിട്ടുണ്ട്. അപ്പോൾ മസാല വെന്ത ശേഷം ഞാൻ 1 കപ്പ് പുളിവെള്ളം 1 കപ്പ് സാധാരണ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അപ്പുറത്ത് നമ്മുടെ ചെറുപയർ താളിച്ചെടുക്കുന്നുണ്ട് കേട്ടോ ഞാൻ. അപ്പോൾ ഇതൊന്ന് തിളച്ചിട്ട് അതിൻ്റെ പച്ചമണമൊക്കെ ഒന്ന് മാറി വന്ന ശേഷം ഞാനിവിടെ മീൻ ഇട്ട് കൊടുക്കുകയാണ്. ഇവിടെ ഞാൻ മസാല തേച്ച് വെച്ച മീനാണ് കേട്ടോ ഇട്ട് കൊടുക്കുന്നത്. നമ്മൾ ഫ്രൈ ആക്കാൻ വേണ്ടി മസാല ആക്കി വെച്ച മീനാണ്. അപ്പം ഞാൻ എന്ത് വിചാരിച്ചു, ഇന്ന് അതുകൊണ്ട് കുറച്ച് മുളക് ഇടാമെന്ന് വിചാരിച്ചു. നല്ല ഡീസായിരിക്കും കേട്ടോ, നല്ല മുളകൊക്കെ പിടിച്ചിട്ടുണ്ടാവും നമ്മുടെ മീനിലോട്ട്. അപ്പോൾ ആവശ്യത്തിനുള്ള ഉപ്പൊക്കെ ചേർത്ത് കൊടുക്കുക. ഓൾറെഡി മീനിൽ ഉപ്പ് ഉണ്ടാവും, അതിനനുസരിച്ച് മാത്രം ചേർത്ത് കൊടുക്കുക കേട്ടോ, മസാല തേച്ച് പിടിപ്പിച്ചതുകൊണ്ട്. അപ്പം ഞാൻ അപ്പുറത്ത് ചെറുപയർ ഇളക്കുന്നുണ്ട്, ഇപ്പുറത്ത് നമ്മുടെ കറി ഇളക്കുന്നുണ്ട്. അപ്പോൾ രണ്ടും ആയ ശേഷം ഫ്ലെയിം ഓഫാക്കി ഞാൻ വേഗം പോയി തുടയ്ക്കാൻ വേണ്ടിയിട്ട് പോയിട്ടോ.
അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ചെറുതാണ്, ഇന്നലെയും ചെറുതായിരുന്നു. ഇനിയിപ്പോൾ വലിയ വ്ളോഗ് കിട്ടണമെങ്കിൽ സ്കൂളിൻ്റെ കാര്യങ്ങളും ടിഫിൻ ബോക്സ് റെസിപ്പിയും ഒക്കെ ഉൾപ്പെടുത്തണം. അപ്പോൾ എന്തായാലും ഞാൻ വേഗം പോയി തുടക്കലൊക്കെ കഴിഞ്ഞു. റിഹാനിക്ക് വിശക്കുന്നു എന്ന് പറയാനും തുടങ്ങി. അപ്പോൾ ഞാൻ പറഞ്ഞു ഞാൻ കുളി കഴിഞ്ഞ് വന്നിട്ട് ഫുഡൊക്കെ തരാമെന്ന് പറഞ്ഞിട്ട് വേഗം പോയി കുളിയൊക്കെ കഴിഞ്ഞ് വന്ന് ഫുഡെല്ലാം കൊടുത്തു. അപ്പോൾ ഇന്നത്തെ നമ്മുടെ വ്ളോഗ് ഇത്രയൊക്കെ തന്നെയുള്ളൂ. നിങ്ങൾക്ക് ഇഷ്ടമായിട്ട് ലൈക്ക് ഷെയർ ചെയ്യാൻ മറ്റൊരു കുഞ്ഞു വീഡിയോ ആയിട്ട് ഇനി വരാം. അതുവരെയൊക്കെ എല്ലാവർക്കും ബൈ. ഇറ്റ്സ് മീ ജിനി ഫ്രം പാലക്കാട്. നമ്മുടെ യൂട്യൂബ്, FB, ഇൻസ്റ്റ ഒക്കെ സപ്പോർട്ട് ചെയ്യുക. കല്യാണത്തിന് പോയാലും തിരിച്ചു വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ സപ്പോർട്ട് ചെയ്ത എല്ലാവർക്കും ഒത്തിരി നന്ദിയുണ്ട്. അവിടെ ഇരുന്ന ഒരാൾ ചൊറിഞ്ഞുകൊണ്ടിരിക്കണ കണ്ടില്ലേ. അപ്പോൾ ബൈ.